തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നു ബി.ജെ.പി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി. രാജേഷ് മേയർ അയക്കും. റിട്ടയർഡ് ഡി.ജി.പി. ആർ. ശ്രീലേഖയെയും സംസ്ഥാന സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ഒരു സ്വതന്ത്രനെ കൂടി ഒപ്പം നിർത്താനുള്ള നീക്കവും പാർട്ടി സജീവമാക്കി. 45 ഷുവർ സീറ്റ്, 5 ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച്. വോട്ടെടുപ്പ് കഴിഞ്ഞ രാത്രി ബി.ജെ.പിയുടെ ഉന്നത കേന്ദ്രങ്ങൾ നൽകിയ സൂചന ഇതാണ്. ഫലം വന്നപ്പോൾ കൃത്യം 50. അതായത് പെട്ടെന്ന് സംഭവിച്ചതല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മിന്നുന്ന പ്രകടനം. വരാഹി ഉൾപ്പെടെയുള്ള PR ഏജൻസികൾ മാസങ്ങളായി കൂട്ടിയും കിഴിച്ചും നടത്തിയ സർവേ, ജാതിയും മതവും തിരിച്ച് തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റുകൾ, വോട്ടർ പട്ടികയിലെ ഓരോ പേജിനും പ്രമുഖ എന്ന പേരിൽ ചുമതലക്കാരെ ഏർപ്പെടുത്തി. പ്രചാരണത്തിനിറങ്ങുന്നവർ ഫീൽഡിൽ നിന്നുള്ള ഫോട്ടോകൾ അയക്കണം. പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നോട്ടമിടുന്ന നേമത്ത് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പ്രത്യേക ആപ്ലിക്കേഷൻ. പാർട്ടി ആസ്ഥാനമായ KG മാരാർ ഭവനെ കൂടാതെ 3 കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പദ്ധതികളുടെ ആലോചനകൾ നടന്നത്. ഒപ്പം ആവശ്യത്തിന് പണവും. അതോടെ കാലങ്ങളായി ബി.ജെ.പി. സ്വപ്നം കണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അവർക്കൊപ്പമായി. സംസ്ഥാന സെക്രട്ടറി വി. രാജേഷിനെ മേയറാക്കാനാണ് ആലോചന. സംസ്ഥാന നേതൃത്വം മറുപടി പറയും. പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞതിൽ, അതായത് ഇന്നലെ കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ 1-ാമത്തെ ദിവസം ആവുകയാണ്. 45 ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാണ് എത്തുന്നത്, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നഗരത്തിനെ കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പിന്റെ സമയം, മിനിമം സമയം, അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷൻ കോർഡിനേറ്റ് ചെയ്യും. ആർ. ശ്രീലേഖയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. സമ്മതം അറിയിച്ചാൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും ശ്രീലേഖയ്ക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പാറ്റൂരിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ M. രാധാകൃഷ്ണനെ കൂടെ നിർത്താനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനം നൽകാനാണ് ആലോചന. വിജയിച്ചാൽ ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ ധാരണയുള്ളതായി ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. അതേസമയം സ്വതന്ത്രനെ മുൻനിർത്തി LDF UDF ധാരണയിൽ അട്ടിമറി നീക്കം നടക്കുന്നതായും ബി.ജെ.പി. സംശയിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.